ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ പാർട്ട് ഓഫ് ദാറ്റ് നോവൽ ഓർ മേ ബി ബിയോണ്ട് ദാറ്റ്, ഇതിനപ്പുറത്തേക്ക് ഈ സിനിമ ചെയ്തു വെക്കാൻ പറ്റില്ല, എടുത്തു വെക്കാൻ പറ്റൂല. ഞെട്ടിച്ച്, ശരിക്കും ഞെട്ടിച്ച്, നല്ല ഇന്റർനാഷണൽ ലെവലിൽ എടുത്തിട്ടുണ്ട്. പൃഥ്വിരാജ് ശരിക്കും നീതി പുലർത്തിയിട്ടുണ്ട്, അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പുള്ളിക്ക് നാഷണൽ അവാർഡ് ഉറപ്പാണ്. എന്താന്ന് ഇപ്പൊ പിടികിട്ടിയായിരിക്കും. പൃഥ്വിരാജ് കുമാറിന്റെ ബോഡി ട്രാൻസ്ഫോർമേഷൻ എന്നുള്ളത് മാത്രമല്ല, അദ്ദേഹം ആ ക്യാരക്ടറായിട്ട് ട്രാൻസ്ഫോം ചെയ്തു. പറയാൻ പറ്റുള്ളൂ. അവൻ കിട്ടിയിട്ടുണ്ട്. സൂപ്പർ. അറിയിക്കണം. ഈ വർഷത്തെ അവാർഡ് എന്തായാലും പൃഥ്വിരാജാണ്. ഈ സിനിമയ്ക്ക് ഉണ്ടാവും നല്ലൊരു സിനിമ. എന്താ കേശവ നല്ല ഒരു പ്രതീക്ഷിക്കാത്ത ഒരു ക്യാരക്ടറാണ് പൃഥ്വിരാജിന്റെ. അടിപൊളി, കാണാൻ നല്ല സൂപ്പറാണ്. എങ്ങനെയാ ചേട്ടത്തി, അതങ്ങ് ഉറപ്പിക്കുമല്ലേ? കേട്ടോ, നീ സിനിമ കണ്ടപ്പോ ഒരു സിനിമ കാണാൻ ഫീലിംഗ് അല്ല, ഒരു ജീവിതം. അതുപോലെ അദ്ദേഹത്തെ നമുക്ക് കാണാനും സാധിക്കില്ല. നജീബിന്റെ സോള് നമുക്ക് നമ്മുടെ മുമ്പിൽ എടുത്തു വെച്ച് തരും. ഫസ്റ്റ് ഹാഫ് ഇംപ്രഷൻ അടിപൊളി. ഇന്റർനാഷണൽ സാധനം എന്ന് പറഞ്ഞാൽ ഓസ്കാർ ഉറപ്പായി. ഡെഡിക്കേഷൻ എടുത്ത് പറയേണ്ടതാണ്. എന്തായാലും ഓസ്കാർ നിന്നാണെന്നാ ഉള്ള പറയാല്ലേ, നീ പുലിയാണ് കേട്ടാ. ലോകത്ത് ആരെ വേണമെങ്കിൽ കാണിക്കാം. ഇത് എൻ്റെ നാട്ടിലെ സിനിമയാണ്, ഇത് മലയാള സിനിമയാണ്, എൻ്റെ ഭാഷയിൽ വന്നിട്ടുള്ള സിനിമയാണ്, എൻ്റെ നാട്ടിലെ ആളുകൾ ചെയ്തിട്ടുള്ള അഭിനയിച്ചിട്ടുള്ള സിനിമയാണെന്ന്. അങ്ങനത്തെ നോക്ക് സ്റ്റെഫി. പൃഥ്വിരാജിന്റെ അഭിനയം എന്റെ പൊന്നോ 16 വർഷത്തെ ഡെഡിക്കേഷൻ. പൃഥ്വിരാജ് നാഷണൽ അവാർഡ് കിട്ടണം, അല്ലാതെ ഒന്നും കാണാതെ ചിലവർക്കൊക്കെ ഇപ്പൊ ഈ ഇടയ്ക്കൊക്കെ നാഷണൽ അവാർഡ് കൊടുത്തല്ലേ. അതങ്ങ് ഇറങ്ങി കളിക്കുക അല്ലയോ? കളിക്കുമ്പോ ഇറങ്ങി കളിച്ചു തന്നെ സാറേ ശീലം. ബ്ലസ്സി എന്ന് പറഞ്ഞ ഡയറക്ടർ, അദ്ദേഹം 16 വർഷം ലൈഫിൽ ഇങ്ങനത്തെ ഒരൊറ്റ സിനിമ മതി. ദാറ്റ്സ് ദ പവർ ഓഫ് സിനിമ. കാര്യം എന്ന് പറഞ്ഞാൽ അയാളുടെ ജീവിതം നജീബിക്ക പൃഥ്വിരാജിന്റെ ട്രാൻസ്ഫർമേഷൻ, ബോഡി ഒക്കെ അപാര മേക്കിംഗ് ആണ്. ഒന്നും പറയാം. അതുപോലെയാണ് A.R. റഹ്മാന്റെ വൺ ഓഫ് ദ ബെസ്റ്റ് വർക്ക്സ്. അതായത് അദ്ദേഹം എൻ്റെ കരിയർ ചെയ്തിട്ടുള്ളതിൽ ഏറ്റവും മികച്ച വർക്കുകളൊന്ന് പറയാല്ല. വേറെ ഇനി ഇതിനെ നമ്മളതിനെ റിവ്യൂ ഒന്നും പറയാൻ ഓപ്ഷൻ ഇല്ല. അമേസിംഗ്. കണ്ട് കരച്ചിൽ വന്നു.